വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനുണ്ട്. ഒരു മണി ഏണിംഗ് ആപ്ലിക്കേഷനാണ്. ഹെലോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ സ്റ്റാറ്റസുകളും പിന്നെ പോസ്റ്റുകളും എല്ലാം ഇടാൻ നമുക്ക് പറ്റും. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൽ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് ആദ്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഗൂഗിൾ ഐഡിയോ വെച്ച് ഇതിലൊന്ന് ലോഗിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇത് യെലോ ആപ്പിലെ ലിങ്ക് ഉപയോഗിച്ച് ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തിന് വെച്ച് 300 രൂപ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ എത്ര സുഹൃത്തിന് ഇൻവൈറ്റ് ചെയ്യുന്നുവോ അത്ര നിങ്ങൾക്ക് പണം നേടാവുന്നതാണ്. നിങ്ങൾക്ക് 1,00,000 രൂപ വരെ ഒരു മാസം കൊണ്ട് ഈ ഒരു ആപ്പ് വഴി ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോയി താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാവരും സീരിയൽ കില്ലേഴ്സിനെയും അതേപോലെ തന്നെ സൈക്കോ കില്ലേഴ്സിനെയും കുറിച്ചുള്ള പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ സൈക്കോയുടെ അങ്ങേയറ്റത്തെ അതുക്കും മേലെയായിട്ടുള്ള ഒരു കില്ലറിനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഭാഗത്ത് കൂടി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാവൽ സ്റ്റണ്ണർ. 1906 ഓഗസ്റ്റ് 27 വിസ്കോൺസിൻ ക്രോസ് കൗണ്ടിയിൽ വെച്ച് ജോർജ് ഫിലിപ്പ് ഗെയിൻ, അഗസ്റ്റ വിൽഹെൽമൈൻ ഗെയിൻ എന്നീ ദമ്പതികളുടെ മകനായി എഡ്ഗെയിൻ ജനിച്ചു. പ്രാദേശിക പലചരക്ക് കടയുടെ ഉടമയായിരുന്നു എഡ്ഗെയിനിന്റെ പിതാവായ ജോർജ് ഫിലിപ്പ് ഗെയിൻ. എഡ്ഗെയിന് ഒരു ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. ഹെൻറി ജോർജ് ഗെയിൻ എന്നാണ് ആ ജ്യേഷ്ഠന്റെ പേര്. 1940 ഏപ്രിൽ 1 എഡ്ഗെയിനിന്റെ പിതാവായ ജോർജ് ഫിലിപ്പ് ഗെയിൻ മദ്യപാനം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി. തുടർന്നുള്ള ജീവിത ചിലവിനായി എഡ്ഗെയിനും തൻ്റെ സഹോദരനായ ഹെൻറി ജോർജ് ഗെയിനും പട്ടണത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ചെയ്തു. എഡിന്റെ മാതാവായ അഗസ്റ്റ കടുത്ത ഒരു മതവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ അഗസ്റ്റ തൻ്റെ മക്കളെ മറ്റുള്ളവരുമായി അടുപ്പിക്കാതിരിക്കുകയും അധാർമികത, മദ്യപാനത്തിൻ്റെ തിന്മ, സ്ത്രീകളും അശീലവും പിശാചിൻ്റെ ഉപകരണമാണെന്നും മക്കളെ പഠിപ്പിക്കുകയും ചെയ്തു. വായനയിൽ എഡ്ഗെയിൻ വളരെയേറെ താല്പര്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസവും വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം അവൻ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. 1945 ഡിസംബർ 29 എഡ്ഗെയിന്റെ മാതാവ് ഹൃദയാഘാതം മൂലം കിടപ്പിലായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ എഡ്ഗെയിന്റെ മാതാവ് മറ്റൊരു ഹൃദയാഘാതം മൂലം മരിക്കുകയും ചെയ്തു. വളരെയേറെ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങിയ എഡ്ഗെയിൻ തന്റെ ഫാം ഹൗസിന്റെ അടുക്കള ഭാഗവും അതിനോട് ചേർന്ന് വരുന്ന മുറിയും മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ 1957 പ്ലെയിൻഫീൽഡ് ഹാർഡ്വെയർ സ്റ്റോർ ഉടമ ബെർണൈസ് വെൽഡൻ എന്ന സ്ത്രീയെ കാണാതായി. നവംബർ 16 രാവിലെ 9 മണിയോടെ ഹാർഡ്വെയർ സ്റ്റോറിന്റെ ട്രക്ക് കെട്ടിടത്തിന്റെ പിൻഭാഗത്തു കൂടി പോകുന്നതായി പ്ലെയിൻഫീൽഡ് ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവസാനമായി ആ കടയിൽ വന്നത് എഡ്ഗെയിനാണെന്നും എഡ്ഗെയിനാണ് ഈ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പിന്നീട് പോലീസ് എഡ്ഗെയിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. 1947 52 ഇടയിൽ 3 പ്രദേശത്തായുള്ള സെമിത്തേരിയിൽ താൻ 40 പ്രാവശ്യം രാത്രികാല സന്ദർശനങ്ങൾ നടത്തിയെന്നും അതിൽ 30ഓളം സന്ദർശനം താൻ സെമിത്തേരിയിൽ ആയിരിക്കുമ്പോൾ തന്നെയാണെന്നും എഡ്ഗെയിൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ചില സമയത്ത് താൻ സന്ദർശനം നടത്തുമ്പോൾ അമ്മയോട് സാമ്യമുള്ള മധ്യവയസ്കയായ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ താൻ വീട്ടിൽ കൊണ്ടുപോകാറുണ്ടെന്നും എഡ്ഗെയിൻ പോലീസിനോട് പറഞ്ഞു. പിന്നീട് എഡ്ഗെയിന്റെ ഫാം ഹൗസ് പരിശോധന നടത്തിയ പോലീസുകാർക്ക് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കാണാൻ ഇടയായത്. മുകൾ ഭാഗം വെട്ടിമാറ്റിയ പെൺതലയോട്ടി, കാൽ ചർമ്മത്തിൽ നിന്ന് നിർമ്മിച്ച ലെഗിങ്സ്, 4 മൂക്കുകൾ, സ്ത്രീ വിരലിലെ നഖങ്ങൾ, മുഖചർമ്മത്തിൽ നിന്ന് നിർമ്മിച്ച മാസ്കുകൾ എന്നീ ഉപകരണങ്ങളാണ് പോലീസിന് ആ ഫാം ഹൗസിൽ നിന്ന് കണ്ടെത്താനായത്. 1954 ഭക്ഷണശാല ഉടമയായ മേരി ഹോഗനെയും എഡ്ഗെയിൻ വധിക്കുകയും ചെയ്തിരുന്നു. ഈ മേരി ഹോഗൻ എന്ന സ്ത്രീയുടെയും തലയോട്ടി ഈ ഒരു ഫാം ഹൗസിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 1968 വേൾഡന്റെ കൊലപാതകത്തിന് എഡ്ഗെയിൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയെങ്കിലും ഭ്രാന്തൻ എന്ന നിലയിൽ മാനസികാരോഗ്യ സ്ഥാപനത്തിലേക്ക് റിമാൻഡ്
ചെയ്യുകയാണ് ഉണ്ടായത്. 1953 നടന്ന ലാക്രോസ് ബേബി സിറ്ററായ എവലിൻ ഹാർട്ട്ലിയുടെ മരണം ഉൾപ്പെടെ വിസ്കോൺസിൽ പരിഹരിക്കപ്പെടാത്ത കൊലകൾ ഇപ്പോഴുമുണ്ട്. ഈ എഡ്ഗെയിനെ വിളിക്കപ്പെടുന്ന പേര് ബുച്ചർ ഓഫ് പ്ലെയിൻഫീൽഡ് എന്നാണ്. അങ്ങനെ 1984 ജൂലൈ 26 ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ മിൻസോട്ട മാനസികാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എഡ്ഗെയിൻ മരണപ്പെടുകയുണ്ടായി. എഡ്ഗീനിൻ്റെ ഇത്തരത്തിലുള്ള സൈക്കോ തരത്തെക്കുറിച്ച് 1960 സൈക്കോ എന്ന പേരിലുള്ള സിനിമയും അതേപോലെ തന്നെ 2000 എഡ്ഗീൻ എന്ന പേരിലുള്ള സിനിമയും റിലീസായിട്ടുണ്ട്. എഡ്ഗെയിനെ പോലെയുള്ള നിരവധി സൈക്കോയുടെ അങ്ങേയറ്റത്തെത്തിയ കില്ലേഴ്സ് നമ്മുടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വഴി ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു എഡ്ഗെയിൻ കില്ലറിനെ കുറിച്ച് കൂടുതലായി വിവരങ്ങൾ അറിയുന്നെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് ഈ ഒരു വീഡിയോ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെട്ട രീതിയിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. See you soon. Bye bye.